ഹലോ, എല്ലാവർക്കും ബ്രോസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു കുഴക്കട്ട ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു കപ്പ് അരിപ്പൊടി എടുക്കുക. അരിപ്പൊടിയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇടുക. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അത് കുഴച്ചൊരു നല്ല സോഫ്റ്റ് മയം ആകുന്നവരെ ഒന്ന് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കുഴയ്ക്കുന്നതനുസരിച്ച്. ഇനി നമ്മുടെ കുഴച്ച് വെച്ച മാവ് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായി ആദ്യം ഒരു കപ്പ് തേങ്ങ ചിരവിയതെടുത്ത് വെക്കുക. ഇനിയും ഒരു പാനിലേക്ക് 3/4 കപ്പ് ശർക്കര വെള്ളം ഒഴിച്ച് മിക്സാക്കുക. പാനിയാക്കാൻ വേണ്ടി, ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടി. നമ്മളെടുത്ത ശർക്കര പാനിയായതിനു ശേഷം അത് അരിച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിക്കുക. അത് തിളയ്ക്കുന്നതനുസരിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി അതിലേക്ക് ഒരു ചതച്ച ഏലക്ക ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ശർക്കര പാനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ എടുത്തിടുക. എന്നിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ ജീരകം ഇടുക. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി ചേർക്കുക. അതിലെ വെള്ളമായം പോകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതോടെ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് എടുത്ത് ചെറിയ ചെറിയ പീസായിട്ട് കുഴച്ച് വെക്കുക. അത് ചെറുതായിട്ട് പരത്തി കൊടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ്സ് എടുത്തിടുക. എന്നിട്ട് ഇതുപോലെ അതൊന്ന് മടക്കി വെക്കുക. ഒരു റൗണ്ട് ഷേപ്പിൽ വേണം മടക്കാൻ. ഇങ്ങനെ ഓരോ കുഴക്കട്ടയും ഇതേ റൗണ്ടായിട്ട് മടക്കി വെക്കുക. ഇനി നമുക്കിത് ഒരു ഇഡലിക്കുട്ടത്തിലിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് ഇഡലിക്കുട്ടത്തിൽ ഇട്ട് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇത് വെന്ത് വരും. നമുക്കിനിയും അതെടുക്കാം. നമ്മുടെ ചൂട് കുഴക്കട്ട തയ്യാറായി കഴിഞ്ഞു.